വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ യൂറോപ്യൻ കൺട്രീസിൽ ഏതുണ്ട് തണുപ്പ് രാജ്യങ്ങളിലെല്ലാം റൂം ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് ഹീറ്റിംഗ് ആയിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള ബോയിലറാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ റൂമുകളിലും നമ്മൾ അത് ഒരു റേഡിയേറ്റർ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം രണ്ട് രീതിയിലാണ് ഹീറ്റിംഗ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രിക്കലിൻ്റെ റേഡിയേറ്റർ പോലെ ചൂടാക്കിയിട്ട് ചെയ്യുന്നതുണ്ട്. അല്ലാണ്ട് ഗ്യാസ് വഴി വെള്ളത്തിലൂടെ ചെയ്യുന്ന പരിപാടികൾ. അങ്ങനെ രണ്ട് രീതിയിലാണ് ഇവിടെ ഹീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഒരു തണുത്ത വെള്ളം നമ്മൾ ഇതിൽ കയറി ഇതിൻ്റെ അകത്തുനിന്നത് ഗ്യാസ് വഴി ഇത് ചൂടായിട്ട് ഇതിൻ്റെ ഔട്ട് ഇതിൽ വരികയാണ്. ഗ്യാസ് വഴി ചൂടായിട്ട് ഇതിൻ്റെ ഔട്ട് ഇതിൽ വന്നിട്ട് ഓരോ റേഡിയേറ്ററിലും പോകും. അത് കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഈ റേഡിയേറ്റർ വഴി തിരിച്ചു വരികയും വീണ്ടും ഇങ്ങനെ ഒരു സർക്കിളായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാനുണ്ടാകും. ബോയിലറിൽ നിന്ന് ചൂടുള്ള വെള്ളം, അതാണ് ആ റെഡ് ഇതിൽ വരുന്നത്. ആ ചൂടുള്ള വെള്ളം ഇങ്ങനെ വന്ന് ഓരോ റേഡിയേറ്ററിൽ കയറി ഇറങ്ങുന്നു. തണുത്ത് കഴിയുമ്പോൾ അത് റിട്ടേൺ ആയിട്ട് തിരിച്ച് വീണ്ടും ബോയിലറിലേക്ക് പോകുന്നു, വീണ്ടും ചൂടാകുന്നു. ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ഓരോ സെറ്റിങ്സുകളാണ് വരുന്നത്. ഇതുകൊണ്ട് എക്കോ മോഡിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി കുറയാനൊക്കെ ആയിട്ട് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. മിനിമം വേണോ മാക്സിമം വേണോ. അപ്പോൾ ഇതിലിടുക. ഈ ഒരു എംബ്ലം എന്ന് പറയുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൻ്റെ റേഡിയേറ്ററിൻ്റെ എംബ്ലമാണ് കാണിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുന്ന സെക്ഷനാണ്. ഇത് നമ്മുടെ റൂമിൽ ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് അതേപോലെ കിച്ചണിലേക്കൊക്കെ ചൂടുവെള്ളം ഇതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് സെലക്ട് ചെയ്തതനുസരിച്ച് വെക്കാം. ഇത് പ്രഷർ മീറ്ററാണ്. എത്ര പ്രഷർ ഉണ്ട് എന്നൊക്കെ അറിയുന്നുള്ള മീറ്ററുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓരോ റൂമിലും വരുന്ന റേഡിയേറ്റർ വരുന്നത് ഇതാണ്. അപ്പം ഇതിൽ കാണാം നമുക്ക് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഇൻകമർ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ട ബോയിലറിൽ നിന്ന് വരുന്ന ചൂടുവെള്ളം ഇതിലിങ്ങനെ കയറി ഈ ഒരു ഇതിൽ കയറിയിട്ട് ഇതിൻ്റെ ഓരോ റേഡിയേറ്ററിൻ്റെ ഓരോ ഇതിൽ കൂടെ പോയിട്ട് ഇത് നേരെ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഔട്ടായിട്ട് വീണ്ടും ബോയിലറേക്ക് പോകും. ഒന്ന് ഇന്നും ഒന്ന് ഔട്ടും ആയിട്ടാണ് വരുന്നത്. നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. നമുക്ക് ചൂട് കൂട്ടണേലും കുറക്കണേലും ടെമ്പറേച്ചർ കൂട്ടാനും കുറക്കാനും നമുക്ക് ഈ വഴി നമുക്ക് സാധിക്കും. പ്ലസ് ഇങ്ങോട്ടേക്ക് തിരിക്കുകയാണെങ്കിൽ കൂടും, ഇങ്ങോട്ടേക്ക് കുറയും. അപ്പോൾ പിന്നെ നമുക്ക് നോക്കുന്നുണ്ടല്ലേ, കയറി വരുന്ന എല്ലാ സമയത്തും റൂമിൻ്റെ ഏരിയ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്തത്. ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ ഹാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാളിൽ ഇവിടെ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ആയിട്ടും ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റൂമിലെ ഏരിയ അനുസരിച്ചാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ ടോയ്ലറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ടോയ്ലറ്റിലും അതേ തിയറി തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തിൽ വാൽവ് വന്നിട്ടുണ്ട്. നമുക്ക് വേണം സെലക്ട് ചെയ്തിടാം. കാരണം ഇതിൽ നമ്മൾ തുണി ഉണങ്ങാനും അതേപോലെ നമ്മുടെ ടർക്കിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിന് വരെ ആയിട്ട് നമുക്ക് ഇടാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു ബെഡ്റൂമിൽ ഉള്ള ഒരു ചെറിയ ബെഡ്റൂം ആയതുകൊണ്ട് അതിലേക്ക് ചെറിയ റേഡിയേറ്ററാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഹീറ്റിംഗ് സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. നമുക്ക് ഇതിപ്പം നമുക്ക് ടാർഗറ്റ് നമുക്ക് എത്ര വേണമെന്ന്, ഇപ്പോൾ നമ്മുടെ സോണിലുള്ള ടെമ്പറേച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഹീറ്റായിട്ട്, അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് നോക്കിക്കഴിയുമ്പോൾ 21 ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇത് കുറഞ്ഞ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് ചെയ്യും. ഇത് കൺട്രോൾ നമുക്കിങ്ങനെ ചെയ്ത് ഇപ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചർ മതി നമുക്ക് അത് കുറഞ്ഞതിലേക്ക് ഇടാം. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്തിടാൻ സാധിക്കും. നമുക്ക് എത്ര ചൂട് വേണമെന്നാൽ അത്രയും ചൂട് നമുക്ക് റൂമിൽ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാവുന്നതാണ്. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങ് പോരും. നമുക്ക് റൂമിലൊക്കെ നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാനൊക്കെ സാധിക്കാണ്ടല്ലേ. ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. റൂമിൽ പോയിട്ട് നമുക്ക് കിടക്കുന്നിടത്ത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും ഇത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹീറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഓക്കെ, ബൈ.